കൊല്ലപ്പെട്ട ബംഗ്ലാദേശ് MP അൻവാറുൾ അസിം അനാറിന്റേത് എന്ന് സംശയിക്കുന്ന ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. കൊൽക്കത്ത ന്യൂ ടൗണിലുള്ള ഫ്ളാറ്റിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഇന്നലെ രാത്രി കൊൽക്കത്ത CID സംഘം നടത്തിയ പരിശോധനയിലാണ് അൻവാറുൾ അസീദിന്റെ സംശയിക്കുന്ന മാംസകഷ്ണവും അതോടൊപ്പം തന്നെ മുടിയിഴകളും പോലീസ് കണ്ടെത്തിയത്. ഇതിപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കും അതോടൊപ്പം തന്നെ DNA പരിശോധനയ്ക്കും അയച്ചിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഇത് അൻവാറുൾ അസീസിന്റേതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും പോലീസും അതോടൊപ്പം തന്നെ CID സംഘം ഇപ്പം വിപുലമായി തന്നെ ഇതിപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പോൾ അൻവാറുൾ അസീസിന്റെ സംശയിക്കുന്ന ഈ ഒരു മാംസകഷ്ണവും അതോടൊപ്പം തന്നെ ഈ മുടിയിഴകളും ശേഖരിച്ച് അതിപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നിലയിൽ തന്നെയാണ് ഈ ഒരു കേസ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. കാരണം ബംഗ്ലാദേശ് MP-യുടെ കൊലപാതകം, ഈ കൊലപാതകത്തിൽ പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അവരിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകൾ ഇപ്പോൾ തുടരുകയാണ്. മൃതദേഹം ഏതാണ്ട് 80 കഷ്ണമാക്കി വെട്ടിനുറുക്കി പലയിടങ്ങളിൽ ഉപേക്ഷിച്ചു എന്നാണ് CID സംഘം വ്യക്തമാക്കുന്നത്. മൃതദേഹം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനുള്ള പരിശോധന ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. കൊൽക്കത്തയിലെ ന്യൂ ടൗണിൽ ഒരു ആഡംബര ഫ്ളാറ്റിന് സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് ഇന്നലെ മുടിയിഴകളും അതോടൊപ്പം തന്നെ മാംസകഷ്ണവും കണ്ടെത്തിയത്. കൂടുതൽ പരിശോധനയ്ക്കായി ഈ സെപ്റ്റിക് ടാങ്ക് പൂർണ്ണമായും തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള നടപടികൾ എന്തായാലും വരും മണിക്കൂറുകളിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് സംഘം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കനാലുകൾ കേന്ദ്രീകരിച്ചുള്ള ഈ പരിശോധനയും നടക്കുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ ഈ 80 കഷ്ണങ്ങളാക്കി വിവിധ ഇടങ്ങളിൽ ഉപേക്ഷിച്ചു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറിയിക്കുന്ന ഒരു കാര്യം. അത് പ്രകാരമുള്ള അന്വേഷണം ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലഭിച്ച മാംസകഷ്ണം അത് അൻവാറുൾ അസീമിന്റേതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം എന്തായാലും ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പോലീസ് ഇപ്പോൾ ദ്രുതഗതിയിലുള്ള ഒരു അന്വേഷണമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ സംഘം വിപുലീകരിക്കാനുള്ള നീക്കവും ഇപ്പോൾ എന്തായാലും നടന്നു വരുന്നുണ്ട്. വേണു, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.